സോ ചാമ്പ്യൻസ് ലീഗ് നമുക്കറിയാം. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു, 8 മാച്ച് ഗ്രൂപ്പ് സ്റ്റേജും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ, സെമി ഫൈനൽ. അതിൻ്റെ ഇടയ്ക്ക് റൗണ്ട് ഓഫ് 16 ഒരു നോക്കൗട്ട് ഉണ്ട്. ഓക്കെ, ഈ ഒരു പുതിയ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് പലർക്കും അറിയും എന്ന് തന്നെ വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു 30 ടീമുണ്ടാവും. ആദ്യത്തെ ഒരു 8 ടീം, ടോപ്പ് 8 ടീമിന് റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ് ക്വാളിഫൈ, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഒരു 8 ടീം റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ് ക്വാളിഫൈ ആവും. പിന്നെ 8 തൊട്ട് 24 വരെയുള്ള ടീമുകൾക്ക് നോക്കൗട്ട് മാച്ചസ് ഉണ്ടാവും ടു ക്വാളിഫൈ ദ റൗണ്ട് ഓഫ് 16. റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവാൻ വേണ്ടി ആ 8 തൊട്ട് 24 സ്ഥാനം വരെയുള്ള ടീമിന്, 8ാം സ്ഥാനം തൊട്ട് 24ാം സ്ഥാനം വരെയുള്ള ടീമിന് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവാൻ വേണ്ടി ഒരു നോക്കൗട്ട് മാച്ച് ഉണ്ടാവും. ഓക്കെ, 2 നോക്കൗട്ട് മാച്ച്, ബോത്ത് ലെഗ്. ഓക്കെ, അതായത് അവരുടെ ഹോം സ്റ്റേഡിയത്തും ഇവരുടെ ഹോം സ്റ്റേഡിയത്തും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, റയൽ മാഡ്രിഡ് നോക്കൗട്ട് സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത്. റൗണ്ട് ഓഫ് 16 അവർക്ക് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ നോക്കൗട്ടിലോട്ട് ക്വാളിഫൈ ആവണം. നോക്കൗട്ട് വിജയിച്ചിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവണം. ദാറ്റ് മീൻസ് റയൽ മാഡ്രിഡ് ടീമിൻ്റെ ബെർണാബ്യൂവിൽ ഒരു കളി ഉണ്ടാവും, ഓപ്പോസിറ്റുള്ള ടീമിൻ്റെ ഹോം മാച്ചിൽ. അത് റയൽ മാഡ്രിഡിന് ഒരു അവേ മാച്ചും കൂടി ഉണ്ടാവും. സാധാ യൂഷ്വൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലെ സെമി, പിന്നെ അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 16 ക്വാർട്ടറൊക്കെ നടക്കുന്നത് പോലെ തന്നെ ഒരു 2 ലെഗ് മാച്ച്. പക്ഷേ അത് നോക്കൗട്ടാണ്, റൗണ്ട് ഓഫ് 16 ക്വാർട്ടറോ സെമിയോ അല്ല. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ്. നമ്മുടെ പഴയ ഫോർമാറ്റ് നമുക്കറിയാം, അതിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16 ടോപ്പ് 2 ടീമിന് ക്വാളിഫൈ ആവാനായിരുന്നു പതിവ് ഓരോ ഗ്രൂപ്പിലെ. പക്ഷേ കംപ്ലീറ്റ് മാറ്റി. കൊള്ളാം, ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്ചർ കൊള്ളാം. പക്ഷേ മാച്ചസ് കൂടുതലാണ്, പ്ലേയേഴ്സിന് കുറച്ചും കൂടി ഹെവിയാണ്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അവർക്ക് ഓൾറെഡി കുറേ മാച്ചസ് ഇപ്പോൾ കൂടിയല്ലോ. ക്ലബ്ബ് വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ലീഗിൽ, പിന്നെ കോപ്പ ഡെൽ റേ ഓരോ കപ്പ് കൂട്ടുന്നു, ചാമ്പ്യൻസ് ലീഗിൽ മാച്ചസ് കൂട്ടുന്നു. ഇഞ്ചുറി വരാനുള്ള ചാൻസ് പ്ലേയേഴ്സിന് ഭയങ്കരമായിട്ട് കൂടുതൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട് ഇഞ്ചുറി പ്ലേയേഴ്സിന് ഭയങ്കരമായിട്ട് കൂടുതൽ. ഭയങ്കരമായിട്ട് ഹെവി വർക്കാണ് അവർക്ക്. ഓക്കെ, സോ അതൊക്കെ വിട്. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്ചർ, റൗണ്ട് ഓഫ് 16 നോക്കൗട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിക്സ്ചർ നടക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു നോക്കൗട്ട് മാച്ച് എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവാൻ വേണ്ടി PSG വേഴ്സസ് AS മൊണാക്കോ. ലാസ്റ്റ് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള PSG റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ്ലി ക്വാളിഫൈ ആയിട്ടില്ല. ദാറ്റ് മീൻസ് അവർ ടോപ്പ് 8 ഓക്കെ, അവർ 9ാം സ്ഥാനത്തോ 10ാം സ്ഥാനത്തോ കണ്ടിട്ടാണ്. സോ അവർക്ക് നോക്കൗട്ടാണുള്ളത്. അവർക്ക് ആരായിട്ടുള്ളത് PSG വേഴ്സസ് AS മൊണാക്കോയാണ്. ഓക്കെ, അവരുടെ തന്നെ ഫ്രാൻസിൽ തന്നെ ഒരു ലീഗിലുള്ള ലീഗ് 1 ഒരു ടീമാണ് AS മൊണാക്കോ. ഓക്കെ, അവരാണ് ഒരു നോക്കൗട്ട്. ഓക്കെ, ഇവരിൽ ആരാണോ വിജയിക്കുന്നത്, അവരാര് വിജയിച്ചാലും അവർക്ക് ഒപ്പോണൻ്റ് ആയിട്ട് റൗണ്ട് ഓഫ് 16 കിട്ടുക ബാഴ്സലോണ ഓർ ചെൽസി. ഓക്കെ, PSG വേഴ്സസ് ബാഴ്സലോണ മാച്ച് വരാം, PSG വേഴ്സസ് ചെൽസി മാച്ച് വരാം. ഓക്കെ, PSG അതിൽ വിജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ AS മൊണാക്കോ വേഴ്സസ് ബാഴ്സലോണ ആയിരിക്കും റൗണ്ട് ഓഫ് 16, AS മൊണാക്കോ വേഴ്സസ് ചെൽസി ആയിരിക്കും റൗണ്ട് ഓഫ് 16. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ഗാരക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം. ഗാരക് എനിക്കത് ഏതോ ഒരു ഉസ്ബെക്കിസ്ഥാനോ ഏതോ ഒരു ലീഗിൻ്റെ ടീമാണ്. ഓക്കെ, കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ സൈഡിൽ അതിൻ്റെ ഒരു ലോഗോ വെക്കാം. ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ഗാരക്കാണ് ടീമുള്ളത്. ആ ടീമിൽ ആരാണോ വിജയിക്കുന്നത് അവർക്കും ബാഴ്സലോണ ഓർ ചെൽസി ഒപ്പോണൻ്റായിട്ട് റൗണ്ട് ഓഫ് 16 കിട്ടും. ആരാണോ അതിൽ നിന്ന് വിജയിക്കുന്നത് അവർക്ക്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ന്യൂകാസിലിന് ബാഴ്സലോണയായിട്ട് ഒപ്പോണൻ്റ് വരാം. പിന്നെ അതുപോലെ തന്നെ PSG ഒപ്പോണൻ്റായിട്ട് വരാം. ചെൽസി ഒപ്പോണൻ്റായിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PSG വേഴ്സസ് AS മൊണാക്കോയിൽ PSG വിജയിച്ചു എന്ന് വിചാരിച്ചു. ഡ്രോ ടു PSGക്ക് ബാഴ്സലോണ കിട്ടി. PSG വേഴ്സസ് ബാഴ്സലോണ ഒരു റൗണ്ട് ഓഫ് 16 ഫിക്സായി. അപ്പുറത്ത് ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ഗാരക് മാച്ച്, അത് ന്യൂകാസിൽ യുണൈറ്റഡ് വിജയിച്ചു. അപ്പോൾ ബാഴ്സലോണ ഓൾറെഡി അവിടെ ലോട്ടിൽ കിട്ടി. അപ്പോൾ ഇവിടെ ആരായിരിക്കും കിട്ടുക? ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി ആയിരിക്കും ഒരു റൗണ്ട് ഓഫ് 16 വരിക. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സിമ്പിളാണ്, അത്ര വലിയതൊന്നും ഇതായിട്ടൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ഒരു നോക്കൗട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് യുവൻറ്റസ് വേഴ്സസ് ഗാലറ്റാസറയാണ് ഒരു നോക്കൗട്ട് ഉള്ളത്. ഓക്കെ, അതിലാരാണോ വിജയിക്കുന്നത് അവർക്ക് ലിവർപൂൾ ഒരു ടോട്ടനാം ഹോട്ട്സ്പർ റൗണ്ട് ഓഫ് 16 ഒപ്പണൻ്റായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ക്ലബ് ബ്രൂഗയാണ് ഒരു നോക്കൗട്ട് ഉള്ളത്. അവർക്ക് ഈ നോക്കൗട്ട് മാച്ചിനൊക്കെ ഒരു ഹോം മാച്ച്, ഒരു അവേ മാച്ച് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡാണ് റിയാദ് മെട്രോപൊളിറ്റോയിൽ ഒരു മാച്ച് ഉണ്ട്. അപ്പുറത്ത് ക്ലബ് ബ്രൂഗേൻ്റെ അവേ മാച്ചായിട്ട് അവിടെയുണ്ട്, ബെൽജിയത്തിലുണ്ടൊരു മാച്ച്. ഓക്കെ, അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ക്ലബ് ബ്രൂഗെ ഒരു മാച്ച് ഉണ്ടാവും. അതിലാരാണോ വിജയിക്കുന്നത് അവർക്ക് ടോട്ടനാം ഓർ ലിവർപൂൾ ഒപ്പോണൻ്റായിട്ട് റൗണ്ട് ഓഫ് 16 കിട്ടും. ഓക്കെ, ദെൻ യെറ്റ് അഗെയിൻ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്കയാണ് ഒരു റൗണ്ട് ഓഫ് 16 മാച്ച് ഉള്ളത്. ദെൻ ഹോസെ മൊറീനോ ഈസ് ബാക്ക് ദ റയൽ മാഡ്രിഡ്, അല്ലെങ്കിൽ ബെർണാബ്യൂ സാന്റിയാഗോ, അല്ലെങ്കിൽ സ്റ്റാഡിയോ ബെർണാബ്യൂ. ദ എക്സ് റയൽ മാഡ്രിഡ് മാനേജർ വീണ്ടും റയൽ മാഡ്രിഡ് ടീമിനെ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു മാച്ച് ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൻ്റെ വീക്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അത് ആരൊക്കെയാണ്, ഇനി ഇവന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഇനി എങ്ങനെ വിജയിക്കും? കാര്യം പറയാലോ, റയൽ മാഡ്രിഡ് ടീം എന്ന് പറയുന്നത് ലാസ്റ്റ് ബെൻഫിക്കയ്ക്കെതിരെയുള്ള മാച്ചിൽ ലൈനപ്പിൽ ഗോൾ കീപ്പർ കോട്ടുക, സ്ട്രൈക്കറായിട്ട് എംബാപ്പെ കഴിഞ്ഞു. അവിടെ ലൈനപ്പ് തീർന്നു. വേണമെങ്കിൽ വാൽവർദ്ധനും കൂടി ആഡ് ചെയ്യാം ലൈനപ്പിൽ.
വേറെ ആരാ അതിൽ കളിച്ചത്? സോ വിനീഷ്യസ് ജൂനിയറിനൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നത് ഈസ് എ ബിഗ് ഗെയിം പ്ലെയർ എന്നുള്ളത്. പക്ഷേ ബിഗ് ഗെയിംസിൽ മാത്രം ഫോം ആയാൽ മതിയോ? അതൊരു ബിഗ് ഗെയിം ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ഗെയിമൊക്കെ തന്നെയാണ് ബെൻഫിക്കയ്ക്കെതിരെയുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. പക്ഷേ ബിഗ് ഗെയിംസിൽ മാത്രം ഫോം ആയാൽ മതി, എല്ലാ മാച്ചിലും ഫോം ആവണം. അതല്ല വിനീഷ്യസ് ജൂനിയറുടെ ക്ലാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാര്യമില്ല. ടു ബി ഫ്രാങ്ക് പറയില്ല, എംബാപ്പെ ഈസ് ദ നൗ ബെസ്റ്റ് പ്ലെയർ ഇൻ ദാറ്റ് ടീം. ആ ടീമിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് എംബാപ്പയാണ്. അദ്ദേഹം ആ ഒരു മാച്ചിൽ ട്രൈ ചെയ്ത പോലെ വേറെ ആരും ട്രൈ ചെയ്തിട്ടില്ല. തിബോ കൂട്ട പിന്നെ ലോൺ വാരിയർ പലപ്പോഴും റയൽ മാഡ്രിഡിനെ ഹ്യൂമിലിയേഷൻസ് നിന്ന് രക്ഷപ്പെടുത്തിയത് തിബോ കൂട്ടുകയാണ്. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. സോ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക മാച്ചാണുള്ളത്. ഒരു മാച്ച് ഇവിടെ സ്റ്റേഡിയോ ബെർണാബേലും ഉണ്ടാവും, ഒരു മാച്ച് അവിടെ ലിസ്ബണിൽ ബെൻഫിക്കയ്ക്ക് ഹോമും ഉണ്ടാവും. അതിലാരാണോ വിജയിക്കുന്നത് അവർക്ക് ആരെ കിട്ടും? മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് സ്പോർട്ടിംഗ് CP. ഓക്കെ, റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ച് വരാം. ഓക്കെ, പിന്നെ അപ്പുറത്തുള്ളത് ഇൻ്റർ മിലാൻ വേഴ്സസ് ബോഡോ ആണ് ഒരു നോക്കൗട്ട് മാച്ച് ഉള്ളത്. ഇൻ്റർ മിലാന് സാൻസിയാറോയിൽ ഒരു മാച്ച് ഉണ്ടാവും, ബോഡോൻ്റെ ഒരു അവേ മാച്ച് ഉണ്ടാവും. ഈ ബോഡോ എന്ന് പറയുന്ന ടീം ചിലപ്പം മാഞ്ചസ്റ്റർ സിറ്റി ഓഡിയൻസിന് പെട്ടെന്ന് കത്തും. അത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി മാച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചിൽ 3-1 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റി ഇവരുടെ ഹോം മാച്ചിൽ അവിടെ പോയി പരാജയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർ മിലാൻ വേഴ്സസ് ബോഡോ മാച്ച് ഉണ്ട്. ആ ഒരു മാച്ചിൽ ആരാണോ വിജയിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇൻ്റർ മിലാൻ വിജയിച്ചു എന്ന് വിചാരിച്ചു, അവർക്ക് സ്പോർട്ടിംഗ് CP അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ കിട്ടും. ഇപ്പോൾ റയലിന് ഓൾറെഡി മാഞ്ചസ്റ്റർ സിറ്റിയെ കിട്ടിയെങ്കിൽ സ്പോർട്ടിംഗ് CPയെ ഇൻ്റർ മിലാന് കിട്ടും, വിജയിച്ചാൽ കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒരു വിന്നിൻ്റെ ബേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നോക്കൗട്ട് ഫേസ്. ലാസ്റ്റ് ഒരു രണ്ട് നോക്കൗട്ട് ഫേസ് എന്ന് പറയുന്നത് ഒന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ട് ആൻഡ് അറ്റ്ലാന്റ. ബൊറൂസിയ ഡോട്ട്മുണ്ടും അറ്റ്ലാന്റയും തമ്മിലുള്ളൊരു മാച്ചാണ് ഒരു നോക്കൗട്ട് ഫേസ്. അതിലാരൊക്കെ വിജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാരെ വിജയിച്ചാൽ അവർക്ക് ബയേൺ ഓർ ആഴ്സണൽ കിട്ടും. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. അപ്പുറത്ത് നമ്മുടെ വേറെ ഏതോ 2 ടീമുണ്ടല്ലോ, ജർമ്മൻ 2 ടീമുകൾ, ഐൻട്രാങ് ഫ്രാങ്ക്ഫർട്ടും ബയൺ ലെവർകൂസനും. ഇവർ രണ്ടുപേരും ജർമ്മൻ ബൂണ്ടസ് ലീഗയിലുള്ള 2 ടീം തന്നെയാണ്. അവർ തമ്മിൽ ഏറ്റുമുട്ടും. അവരിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് ബയണോ അല്ലെങ്കിൽ ആഴ്സണലോ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൊറൂസിയ ഡോട്ട്മുണ്ട് വേഴ്സസ് അറ്റ്ലാന്റ എടുത്തു. അതിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് വിജയിച്ചു എന്ന് വിചാരിച്ചു, അവർക്ക് ആഴ്സണലിൽ കിട്ടി ലോട്ട് ഇട്ട സമയത്ത്. അപ്പോൾ അപ്പുറത്ത് വേണേൽ ബയണിനും കിട്ടാം ലോട്ട് ഇടുന്ന സമയത്ത്. ഇവർക്ക് ബയണിനെ ആഴ്സണലിനെ മാത്രമേ റൗണ്ട് ഓഫ് 16 കിട്ടും. ഓക്കെ, വേറെ ആരെയും കിട്ടില്ല. അപ്പുറത്ത് ബയൺ ലെവർകൂസൻ വേഴ്സസ് ഐൻട്രാങ് ഫ്രാങ്ക്ഫർട്ട് ഉണ്ട് എന്ന് വിചാരിച്ചു, ലെവർകൂസൻ വിജയിച്ചു എന്ന് വിചാരിച്ചു, അവർക്ക് ബയണോ ആഴ്സണലിനെ കിട്ടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അവിടെ ബയണിനെ ഇവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു, ബൊറൂസിയ ഡോട്ട്മുണ്ടിന് കിട്ടിയെന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് അപ്പോൾ ആരെ കിട്ടും? ആഴ്സണലിനെ ബയൺ ലെവർകൂസന് കിട്ടും. സിമ്പിൾ. ഓക്കെ, അത്ര ഈസിയാണ് ഇതിൻ്റെ ഒരു നോക്കൗട്ട് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു മറ്റേ പഴയ ഫോർമാറ്റ് കണ്ടിട്ട് പെട്ടെന്ന് തീക്ക് മാറുമ്പോൾ കഴിഞ്ഞ സീസണിലെ മാറിയിരിക്കണം. ചിലപ്പോൾ ചിലർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടീമിൻ്റെ കംപ്ലീറ്റ് ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു നോക്കൗട്ട് ഫേസിൽ പെട്ടുപോയത് വേറെ ആരുമല്ല, റയൽ മാഡ്രിഡ്. ഒന്ന് അവർ ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടോപ്പ് 8 ഉണ്ടായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അവസാനത്തെ മാച്ച് അവർ ബെൻഫിക്കയോട് തോറ്റ് അവർ ടോപ്പ് 8 നിന്ന് പുറത്തായി. PSG ലാസ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് അവർ ഓൾറെഡി പുറത്തായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ മറ്റേ ബാഴ്സലോണയുടെ മാച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അതൊക്കെ കോപ്പൻഹഗനെതിരെയുള്ള, വേറെ ഒന്നുമല്ല, ഞാനതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഒരു 2 മണിക്കൂറോളം ദീർഘമുള്ള ആ ഒരു റിപ്ലൈ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാത്തത്. ആ ഒരു മാച്ചിൽ ഇപ്പോൾ എന്താ, ലമീൻ യമാൽ ഒരു നല്ല പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത്. റാഷ്ഫോർഡ് ഒരു ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു. ഫസ്റ്റ് ഗോൾ ലെവൻഡോസ്കി ഗോൾ സ്കോർ ചെയ്യുന്നു. ചാമ്പ്യൻസ് ലീഗിലൊരു ഈ സീസണിലെ ഫസ്റ്റ് ഗോൾ റഫീനിയ ഒരു പെനാൽറ്റിയിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു. ആ ഒരു പെനാൽറ്റി ഒരു കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി മാത്രം ഞാൻ ജസ്റ്റ് ലൈവായിട്ടത് കണ്ടു. റോബർട്ട് ലെവൻഡോസ്കിയുടെ ഒരു ഡൈവിങ് എന്ന് തന്നെ പറയേണ്ടി വരും അത് ആ ഒരു പെനാൽറ്റിയെക്കുറിച്ച്. എനിക്കറിയില്ല, റഫറി അത് ചെക്ക് ചെയ്തു. ഓക്കെ, ബാറിൽ ചെക്ക് ചെയ്ത് ഇനിയറിൽ റിപ്ലൈ കൊടുത്തു. ആ ബാറിലുള്ളവന്മാരൊക്കെ എന്താ കണ്ടതാവോ ആ ഒരു റോബർട്ട് ലെവൻഡോസ്കിൻ്റെ കാലുമ കൊണ്ടത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു അത് പെനാൽറ്റി തന്നെയാണ്. അങ്ങനെ ലമീൻ യമാൽ എടുക്കാൻ നിൽക്കുന്നു, റാഫീന ലമീൻ യമാലിന് കൊടുക്കുന്നു. യമാൽ എന്ത് ചെയ്തു? റാഫീനയെ തിരിച്ചു കൊടുത്തു. കാരണം റാഫീന ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഇതുവരെ ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. ലാസ്റ്റ് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോററാണ് റാഫീന എന്ന് പറയുന്നത്. സോ യമാൽ അത് റാഫീനയെ കൊടുത്തു, ആ ഒരു അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗിൽ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കോപ്പൻഹഗനായിരുന്നു ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നത് ക്യാമ്പ് നൗവിൽ. അവർ ഗോൾ സ്കോർ ചെയ്ത് ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് 4 ഗോൾ സ്കോർ ചെയ്ത് ബാഴ്സലോണ തിരിച്ചു വന്നത്. ഓക്കെ, അറിയായിരിക്കും. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് എന്ന് പറയുന്നത് ഈ നോക്കൗട്ട് ഫേസിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക ആ ഒരു മാച്ചാണ്. പിന്നെ യുവൻറ്റസ് വേഴ്സസ് ഗാലറ്റാസറി അതൊരു ടഫ് മാച്ചാണ്. പിന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ട് വേഴ്സസ് അറ്റ്ലാന്റ അത്യാവശ്യം ടഫായിട്ടുള്ളൊരു മാച്ചാണ്. PSG വേറെ ഏതും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു റൗണ്ട് ഓഫ് 16 വരാൻ ചാൻസ് ഉള്ള ബിഗ് മാച്ചസ് ഒക്കെയാണ് PSG വേഴ്സസ് ബാഴ്സലോണ, ചെൽസി വേഴ്സസ് PSG, റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, അങ്ങനത്തെ അതുപോലത്തെ മാച്ചസൊക്കെ വരെ ടഫ് മാച്ചസ് വരാനുള്ള ചാൻസും ഉണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്.
പിന്നെ അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടൻഹാം, അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂളൊക്കെ നടക്കുന്ന സമയത്ത് അധിക സമയത്തും ഭയങ്കര ഹിസ്റ്ററിയാണ് കേട്ടോ. അതൊക്കെ സംഭവം മറ്റേ മൊറാട്ടയൊക്കെ മറ്റേ ആൻഫീൽഡിൽ പോയി ലിവർപൂളിനെ പൊട്ടിച്ച മാച്ചസൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ കിടിലൻ മാച്ചസ് ആണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഡ്രോ കുക്കിംഗ് ആണ് ആക്ച്വലി. ഓക്കെ, റൗണ്ട് ഓഫ് 16 വരുന്ന സമയത്ത് നമ്മൾ പലരും വെയിറ്റിംഗ് ആണ് അതിലിനി ആരൊക്കെ വരും എന്നുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത മാച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. താങ്ക് യു സോ മച്ച്.